എന്റെ പേര് എന്തെങ്കിലും ക്രിമിനൽ കേസായിട്ടുള്ള അയ്യപ്പദാസിന് അറിയാവോ? അല്ലല്ലോ. നമ്മൾ എന്തായാലും നല്ല സുഹൃത്തുക്കളുമാണല്ലോ. നാളെ ഞാൻ പോയിട്ട് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ മുൻകൂർ പ്രാബല്യത്തോടെ അയ്യപ്പദാസിനെ പ്രതിയാക്കാൻ എനിക്ക് പറ്റുമോ? അയ്യപ്പദാസ് അതൊന്ന് പറഞ്ഞതാ. എപ്പോഴാണ് ഈ ശബരിമല ക്ഷേത്രക്കൊള്ള നടക്കുന്നത്? 2019-ലാണ്. 2019 നടന്നൊരു കൊള്ളയ്ക്ക് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മണ്ടത്തരം മാത്രം പറയാന്ന് ഇപ്പൊ പറയേണ്ടി വരും. വേറെ മാർഗമില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മണ്ടത്തരം മാത്രം പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അത് ആവശ്യമാണോ താങ്കൾ ആലോചിക്കുക? അത് വഴിയേ അറിഞ്ഞോളൂ. അല്ല, മുഖ്യമന്ത്രി മണ്ടത്തരം പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥലജല വിഭ്രമം ഉണ്ടെന്ന് പറയേണ്ടി വരും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 2019 എ പത്മകുമാർ ഈ ഉത്തരവ് കൈപ്പടയിലൂടെ തിരുത്തി ഗൂഢാലോചനയുടെ ഏറ്റവും അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് ഉത്തരവാണ്. അപ്പൊ 2019 ഉത്തരവ് തിരുത്തി ഉണ്ടാക്കിയ കള്ളത്തരത്തിന്റെ സ്വർണം അതിന് മുൻകൂർ പ്രാബല്യത്തോടു കൂടി സോണിയാഗാന്ധിക്ക് കൊടുത്തു എന്നും അതിന് അടൂർ പ്രകാശ് വഴിക്ക് പോയി എന്നുള്ളതൊക്കെയാണല്ലോ ഇവർ പറയാൻ സാധിക്കുന്നത്, ഇല്ലേ? അപ്പൊ അത് മണ്ടത്തരം അല്ലെങ്കിൽ സ്ഥലജല വിഭ്രമം എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്നത്? അദ്ദേഹം വ്യക്തമാക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അത് വ്യക്തമാക്കാനുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കട്ടെ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? അടൂർ പ്രകാശിനെ പോലൊരു MP-യുടെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ഒരു തെളിവ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഈ പണി നിർത്തി വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? അങ്ങനെ എന്ത് പണിയാണ് ചെയ്യുന്നത്? അങ്ങേർക്ക് വല്ല ബോധ്യമുണ്ടോ? ഞാനൊരു ആഭ്യന്തരമന്ത്രിയാണെന്നും ഞാനൊരു മുഖ്യമന്ത്രിയാണെന്നും എന്റെ കീഴിലുള്ള പോലീസ് സംവിധാനമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം 2 മാസക്കാലമായിട്ട് സോണിയാഗാന്ധിയെ കണ്ടേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർക്കൊരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒന്നും ഉദ്യോഗസ്ഥർ പറയണം ഈ ഉദ്യോഗസ്ഥർക്ക് കഴിവുകെട്ടവരാണെന്ന് പറയണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് ശരിയായ രീതിയിലാണ്. അതുകൊണ്ട് അടൂർ പ്രകാശിനോ മറ്റാർക്കോ സോണിയാഗാന്ധിയിലൊക്കെ ചെല്ലാനുള്ള ഒരു മാർഗവുമില്ല എന്നിവർ മനസ്സിലാക്കണം. ഇത് രണ്ടുമില്ലാതെ കാണിക്കുന്നത് രാഷ്ട്രീയ പൊള്ളത്തരവും സ്വന്തം തെറ്റുകളും സ്വന്തം കവർച്ചയും ഈ ക്ഷേത്രക്കൊള്ളയും മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകളാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.